വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് പഠിക്കാം ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിവിടെ ചെയ്യുന്നത് NCERTയിലെ ക്വസ്റ്റ്യൻ ആണ്, NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓരോ ട്രാൻസാക്ഷനും എങ്ങനെയാണ് ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. Prove that the accounting equation is satisfied in all the following transactions of Sitaram House by preparing the analysis table. Also record the transactions in journal. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ജേണൽ പ്രിപ്പറേഷനാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഈ ട്രാൻസാക്ഷൻസിൻ്റെ ജേണൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ പറയുന്നത് ബിസിനസ് കമൻസ്ഡ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹6 lakhs. അപ്പോൾ ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഒരു ട്രാൻസാക്ഷൻ രണ്ട് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആൻഡ് ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ക്യാഷ് അക്കൗണ്ടിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അസറ്റാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ നേച്ചറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻസ് മോഡേൺ റൂൾ അനുസരിച്ചിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് ദാറ്റ് മീൻസ് ജേണലിൽ ഫസ്റ്റ് എൻട്രി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ജേണലിൻ്റെ ഫോമാറ്റ് വരയ്ക്കുക. ജേണൽ ദാറ്റ് ഈസ് ഡേറ്റ് കോളം ഫസ്റ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ദെൻ ഡെബിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹6 lakhs. അപ്പോൾ രണ്ട് ആസ്പെക്റ്റ് നമ്മൾ പറഞ്ഞു. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റാണ്. സോ അസറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യാണ്, ക്യാഷ് ഇൻക്രീസ് ചെയ്യാണ്. സോ വെൻ ക്യാഷ് ഇൻക്രീസസ് ഇറ്റ് ഈസ് ഡെബിറ്റഡ്. സോ ദി ജേണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 6 lakh in the debit column and what will be the credit aspect to capital. Why it is credit? Capital എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ആയത്? ക്യാപിറ്റൽ ഇവിടെ ഇൻക്രീസ് ചെയ്യാണ്. When the capital increases it is credited. So that's why to capital account 6 lakh. അപ്പോൾ ഇവിടെ cash account debit to capital account with 6 lakh under debit column and credit column. ഇതിന് നരേഷൻ ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. അപ്പോൾ നരേഷൻ എന്ന് പറഞ്ഞാൽ ജേണലിൻ്റെ ഒരു സമ്മറിയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളതാണ് നരേഷനിൽ കാണിച്ചിരിക്കുന്നത്. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. ഹൗ മച്ച് ₹6 lakh. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ എമൗണ്ട് എഴുതേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി എമൗണ്ട് കോളത്തിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നരേഷനൊപ്പം എമൗണ്ട് എഴുതണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ₹4,50,000 ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ പറയുന്നത് എന്താണ്? ബാങ്കിൽ ₹4,50,000 ഡെപ്പോസിറ്റ് ചെയ്തു. അതായത് ബിസിനസ്സിലെ ക്യാഷ് എടുത്തിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ ക്യാഷ് ബാലൻസ് കുറയും, കമ്പനിയുടെ ക്യാഷ് ബാലൻസ് കുറയും, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ക്യാഷ് ബാലൻസ് കുറയും. പക്ഷേ എന്ത് കൂടും? ബാങ്ക് ബാലൻസ് കൂടും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ജേണൽ എൻട്രിയിൽ കൊണ്ടുവരാം എന്ന് നോക്കാം. അപ്പോൾ ഈ സെക്കൻഡ് ട്രാൻസാക്ഷനിൽ വരുന്ന രണ്ട് അക്കൗണ്ടാണ്, ബാങ്ക് അക്കൗണ്ട് ദെൻ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടിന് പ്രത്യേകത എന്താണ്? രണ്ടും അസറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾക്കിവിടെ അസറ്റ് അക്കൗണ്ടിൻ്റെ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് സംഭവിക്കുന്നു? ബാങ്ക് ഇൻക്രീസസ് അല്ലേ, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ബാങ്ക് ഇൻക്രീസ് ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് അസറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നു, ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതാണ് എന്ത്? ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ആസ് പെർ the rule of asset, modern rule, what when the asset increases debit. അപ്പോൾ ബാങ്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു, ആ എമൗണ്ട് ഡെബിറ്റ് കോളത്തിൽ കാണിക്കുന്നു. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 4,50,000 ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റാണ്. അപ്പോൾ ഇവിടെ ഈ അസറ്റ് ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യുകയാണ്. സോ വെൻ ദ അസറ്റ് ഡിക്രീസസ് ഇറ്റ് വിൽ ബി ക്രെഡിറ്റഡ്. അപ്പോൾ അതുകൊണ്ട് ടു ക്യാഷ് അക്കൗണ്ട് 4,50,000. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നരേഷൻ എഴുതാവുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് മീൻസ് എന്താണോ ട്രാൻസാക്ഷനിൽ ചെയ്തത് അല്ലേ, ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് കാണാം രണ്ട് അസറ്റാണ്, രണ്ടും അസറ്റാണ്. ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഒരു അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ സെയിം റൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആക്കി ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഡേറ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് മസ്റ്റായിട്ട് എഴുതണം. ഇപ്പോൾ ഡേറ്റ് തരാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഡേറ്റ് കോളത്തിൽ ട്രാൻസാക്ഷൻ നമ്പർ ഇട്ടിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കാം. തേർഡ് ട്രാൻസാക്ഷൻ
rupees 2,30,000 plant and machinery purchased by paying rupees 30,000 cash immediately. അപ്പോൾ ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റ് ആണ്. അസറ്റ് പർച്ചേസ് ചെയ്തു എത്ര വാല്യൂവിന് 2,30,000. പക്ഷേ ക്യാഷായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പേ ചെയ്ത് എത്രയാണ് 30,000 ആണ് അല്ലേ. അപ്പോൾ ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ട്രാൻസാക്ഷൻ ജേണൽ എൻട്രിയിൽ കാണിക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് 3 അക്കൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട്, ദെൻ ക്യാഷ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. കാരണം ഇവിടെ ക്യാഷ് കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്തിട്ടില്ല, വീണ്ടും ബാലൻസ് പേ ചെയ്യാനുണ്ട് സപ്ലയറിന്. അപ്പോൾ അതുകൊണ്ട് ലയബിലിറ്റി ആണ്, ക്രെഡിറ്റേഴ്സിനുള്ള ലയബിലിറ്റി. അങ്ങനെ ക്രെഡിറ്റേഴ്സ് എന്നുള്ള റെസ്പെക്റ്റും കൂടെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്കിതൊരു കോമ്പൗണ്ട് എൻട്രി ആയിട്ടാണ് എഴുതാൻ കഴിയുക. ഇപ്പോൾ കോമ്പൗണ്ട് എൻട്രി എന്താ, മോർ ദാൻ 1 ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആസ്പെക്ട് വരുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് എൻട്രി എഴുതുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റാണ്, ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. എത്ര അസറ്റ് വാങ്ങിക്കുന്നു, എത്ര വാല്യൂവിൻ്റെയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി? ഇവിടെ 2,30,000. സോ 2,30,000 ഇൻ ദ ഡെബിറ്റ് കോളം. ദെൻ ടു ക്യാഷ് അക്കൗണ്ട് പേയ്മെൻറ്റ് വരുന്നു. ദാറ്റ് മീൻസ് ഇവിടെ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. വെൻ അസറ്റ് ഡിക്രീസസ് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ്. സോ ക്യാഷ് പേയ്മെൻറ്റ് പോകുന്നതുകൊണ്ട് 30,000 ഇൻ ദ ക്രെഡിറ്റ് കോളം ടു ക്യാഷ് അക്കൗണ്ട്. ദെൻ ഇവിടെ ലയബിലിറ്റി ഉണ്ട്, ബിക്കോസ് റിമൈനിങ് 2 lakh പേ ചെയ്തിട്ടില്ല സപ്ലയേഴ്സിന് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ടു ക്യാഷ് ടു ക്രെഡിറ്റേഴ്സ്, ഇത് രണ്ടും ക്രെഡിറ്റ് റെസ്പെക്റ്റും പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ളത് ഡെബിറ്റ് റെസ്പെക്റ്റും. അങ്ങനെ ഒരു കോമ്പൗണ്ട് എൻട്രി നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നറേഷൻ എന്ന് പറയുന്നതോ പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ബൈ പേയിങ് rupees 30,000 ക്യാഷ് ആൻഡ് ബാലൻസ് ഓൺ എ ലേറ്റർ ഡേറ്റ്. കണ്ടോ, ഇപ്പോൾ ട്രാൻസാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് ജേണൽ അല്ലെങ്കിൽ നറേഷൻ കണ്ടാൽ തന്നെ നമുക്ക് ജേണൽ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നറേഷൻ കൊടുക്കുന്നത് ഹെൽപ്ഫുള്ളാണ് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ. ഓക്കെ, ഇനി നമുക്ക് 4th ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ് ഗുഡ്സ് വർത്ത് rupees 40,000 ഫോർ ക്യാഷ് ആൻഡ് rupees 45,000 ഓൺ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു 40,000 ക്യാഷ് ആയിട്ട്, ദെൻ 45,000 ഓൺ അക്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ജേണൽ കാണിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനും നമുക്ക് കോമ്പൗണ്ട് എൻട്രി ആയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ മോർ ദാൻ 1 ക്രെഡിറ്റ് വരുന്ന ട്രാൻസാക്ഷനാണ്. കാരണം ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത് 40 + 45 85,000 പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിൽ ക്യാഷ് പർച്ചേസ് ചെയ്യുന്നത് 40,000, ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന 45,000 എന്താണ്, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ഓക്കെ, ഇപ്പോൾ ക്യാഷായിട്ട് 40,000ഉം ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് 45,000 നടത്തുന്നു എന്നാണ് ട്രാൻസാക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കാണിക്കണം. അതുപോലെ തന്നെ എന്താണ് പർച്ചേസ് ചെയ്തത്, ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇത്രയും ഈ 3 അക്കൗണ്ട്സ് അല്ലെങ്കിൽ 3 എലമെൻറ്റ്സ് നമ്മളിതിൽ കൊണ്ടുവരുമ്പോൾ അവിടെ 3 അക്കൗണ്ട്സ് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ട്രാൻസാക്ഷനിൽ. അതുകൊണ്ട് ഇവിടെയും എന്താണ്, കോമ്പൗണ്ട് എൻട്രി ആണ്. അപ്പോൾ നോക്കാം, പർച്ചേസ് അക്കൗണ്ടാണ് ഒരു അക്കൗണ്ട് വരുന്നത് നമ്മൾ പറഞ്ഞു. പർച്ചേസ് അക്കൗണ്ടിൻ്റെ നേച്ചർ എന്താണ്, എക്സ്പെൻസ് ആണ്. അപ്പോൾ റൂൾ അനുസരിച്ചിട്ട് വെൻ ദ എക്സ്പെൻസ് ഇൻക്രീസസ് ഇറ്റ് ഇസ് ഡെബിറ്റഡ്. ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ടിന് വാല്യൂ നമ്മൾ ഡെബിറ്റ് കോളത്തിൽ കാണിക്കുന്നു. ടോട്ടൽ പർച്ചേസ് ആയിരിക്കണം 85,000 അല്ലേ. ദെൻ ടു ക്യാഷ് അക്കൗണ്ട്, ദാറ്റ് മീൻസ് ക്യാഷ് പേയ്മെൻറ്റ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ബിക്കോസ് ക്യാഷ് ഡിക്രീസസ് ഇറ്റ് ഇസ് ക്രെഡിറ്റഡ്. ടു ക്യാഷ് അക്കൗണ്ട് 40,000. ദെൻ ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് 45,000. സോ 40 and 45 ടോട്ടൽ 85,000 പർച്ചേസസ്. അപ്പോൾ ഇവിടെ ക്യാഷ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ്. ഇപ്പോൾ നരേഷൻ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ആസ് വെൽ ആസ് ഓൺ ക്രെഡിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 5th one, paid a check of rupees 2 lakh to the supplier for plant and machinery. അപ്പോൾ നേരത്തെ പ്ലാന്റ് ആൻഡ് മെഷീനറി തേർഡ് ട്രാൻസാക്ഷനിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ട് അവിടെ 30,000 ആണ് പേ ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ബാക്കി 2 lakh പേ ചെയ്യാനുണ്ട്. ആ പേയ്മെൻ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5th ട്രാൻസാക്ഷനിൽ. പെയ്ഡ് എ ചെക്ക് ഓഫ് rupees 2 lakh ടു ദ സപ്ലയർ ഫോർ പ്ലാന്റ് ആൻഡ് മെഷീനറി. അതായത് ഇവിടെ ആ ഒരു ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. സപ്ലയർക്ക് 2 lakh റിമൈനിങ് പേയ്മെൻറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ്, ചെക്ക് വഴിയാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ബാങ്കിങ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇതൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ആസ്പെക്റ്റ് എന്തായിരിക്കും, ബാങ്ക് ആയിരിക്കും. ആർക്കാണത് പേ ചെയ്യുന്നത്,
സപ്ലിയർക്ക്. സപ്ലിയർ എന്ന് പറയുന്നത് ക്രെഡിറ്റ്. അപ്പോൾ മറ്റൊരു ആസ്പെക്റ്റ് എന്താണ്? ക്രെഡിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ദാറ്റ് മീൻസ് ലയബിലിറ്റി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ജേണൽ എഴുതണമെന്ന് നോക്കാം. നോക്കുക, ഫിഫ്ത്ത് ട്രാൻസാക്ഷൻ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്തുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്തത്? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്, ലയബിലിറ്റി നേച്ചർ അക്കൗണ്ട് ആണ്. ഇവിടെ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ, ആരുടെ ലയബിലിറ്റി? ഫേമിൻ്റെ ലയബിലിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ലയബിലിറ്റി ഇവിടെ ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഡെബിറ്റ് കോളത്തിൽ 2 lakh, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് 2 lakh ടു ബാങ്ക് അക്കൗണ്ട്. ഇപ്പോൾ ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് പോവാണ്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് അക്കൗണ്ട് ആണ്. സോ അസറ്റ് അക്കൗണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ടു ബാങ്ക് അക്കൗണ്ട് 2 lakh. അപ്പോൾ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. നരേഷൻ പേയ്മെൻറ്റ് മെയ്ഡ് ടു ദി സപ്ലയർ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സിക്സ്ത് വൺ, rupees 70,000 ക്യാഷ് സെയിൽസ് വിത്തിൻ ബ്രാക്കറ്റ്സ് ഓഫ് ഗുഡ്സ് കോസ്റ്റിംഗ് rupees 50,000. അതായത് 50,000 വാല്യൂ ഉള്ള ഗുഡ്സ് ആണ്, അത് 70,000 സെയിൽ ചെയ്യുന്നു. അതായത് സെയിൽ നടന്നിട്ടുള്ള വാല്യൂ എത്രയാണ്? 70,000. അപ്പോൾ നമുക്കിവിടെ ജേണൽ എൻട്രി, ഈ ജേണൽ എൻട്രിയിൽ വരുന്ന രണ്ട് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്താ? ക്യാഷ് അക്കൗണ്ട് ആൻഡ് സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ആൻഡ് സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ എങ്ങനെയാണ് ജേണൽ വരുന്നത്? ഇവിടെ ക്യാഷ് അക്കൗണ്ടിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം, കാരണം ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. വെൻ അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ്, ക്യാഷ് വരികയാണ്, സെയിൽ ചെയ്യുമ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു. സോ 70,000 ഇൻ ദ ഡെബിറ്റ് കോളം. ദെൻ ടു സെയിൽസ് അക്കൗണ്ട്, ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് എന്താ? റവന്യൂ നേച്ചറാണ്. സെയിൽസ് അക്കൗണ്ടിൻ്റെ നേച്ചർ എന്താണ്? റവന്യൂ നേച്ചർ. സോ റവന്യൂ, വെൻ ദ റവന്യൂ ഇൻക്രീസസ് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണ്. സോ 70,000. So journal entry will be cash account debit to sales account. Narration sold goods on profit. കാരണം ഇവിടെ 50,000 വാല്യൂ ഉള്ള ഗുഡ്സ് ആണ് 70,000 സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി അവിടെ എത്ര പ്രോഫിറ്റ് വരുന്നുണ്ട്? 20,000 പ്രോഫിറ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആ പ്രോഫിറ്റ് ക്യാപിറ്റലിനൊപ്പം ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ withdrawn by the proprietor rupees 35,000 cash for personal use. പ്രൊപ്പറേറ്റർ, ഓണർ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് 35,000 വിഡ്രോ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു അക്കൗണ്ടാണ് എന്ത്? ഡ്രോയിങ്സ് അക്കൗണ്ട്. മറ്റൊരു അക്കൗണ്ട് എന്താണ്? ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട് എങ്ങനെ നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ നോക്കാം. ഇവിടെ ഡ്രോയിങ്സ് അക്കൗണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ സെയിം റൂളാണ് യൂസ് ചെയ്യുന്നത്. when the capital increases it is credited, decreases it is debited. അപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇവിടെ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രോയിങ്സിനെ എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. ദെൻ ക്യാഷ് എന്ന് പറയുന്നത് ഇവിടെ ഡിക്രീസ് ചെയ്യുന്നു, അസറ്റ് ആണ്, അസറ്റ് നേച്ചറാണ്. അപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് 35,000 ടു ക്യാഷ് അക്കൗണ്ട് 35,000. നരേഷൻ വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. Next transaction, insurance paid by check of rupees 2,500. അപ്പോൾ കമ്പനി ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നു, അത് ചെക്കാണ്, ഇൻഷുറൻസ് പ്രീമിയം ആയിരിക്കാം, ചെക്ക് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. എത്രയാണ്? 2,500. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെൻസ് ആണ്. ഇൻഷുറൻസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. ബൈ ചെക്ക് ആയതുകൊണ്ട് മറ്റൊരു അക്കൗണ്ട് എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ട്രാൻസാക്ഷൻ എങ്ങനെ വരുന്നു. 8th ട്രാൻസാക്ഷൻ്റെ ജേണൽ ഇൻഷുറൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. സോ ഇൻഷുറൻസ് പറയുന്നത് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു, ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് ഡെബിറ്റഡ് 2,500 ടു ബാങ്ക് അക്കൗണ്ട്. ബിക്കോസ് എമൗണ്ട് പോകുന്നത് ചെക്ക് പേ ചെയ്തിട്ടാണ്, അപ്പോൾ ബാങ്ക് വഴിയാണ്. ബാങ്ക് ഡിക്രീസ് ചെയ്യുന്നു, അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, ദെൻ ഇറ്റ് ഇസ് ക്രെഡിറ്റഡ്. സോ ഇൻഷുറൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് വിത്ത് 2,500. നരേഷൻ പെയ്ഡ് ഇൻഷുറൻസ് ബൈ ചെക്ക് വഴി ഇൻഷുറൻസ് പേ ചെയ്തു. 9th ട്രാൻസാക്ഷൻ സാലറി ഓഫ് rupees 5,500 ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5,500 rupees സാലറി പേ ചെയ്യാനുണ്ട്, കറണ്ട് ഇയറിൽ പേ ചെയ്യാനുണ്ട്. ഇതാണ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് സാലറി അക്കൗണ്ട്, ദെൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് ഓർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ എക്സ്പെൻസ് ഏതാണോ എക്സ്പെൻസിൻ്റെ പേര് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ സാലറി ആയതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ജേണലിൽ കാണിക്കാം.
ജേണലിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു സാലറി അക്കൗണ്ട്. എന്തുകൊണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തത്? ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കമ്പനിക്ക് ലയബിലിറ്റിയാണ്. സാലറി അതായത് ഈ വർഷം അല്ലെങ്കിൽ കറണ്ട് ഇയറിൽ കൊടുക്കാനുള്ളതാണ്, കറണ്ട് പീരീഡിൽ കൊടുക്കാനുള്ളതാണ്, പക്ഷേ ഇത് പേ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എക്സ്പെൻസ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് കമ്പനിയുടെ ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഡെബിറ്റ് ടു സാലറി അക്കൗണ്ട്. സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. സോ എക്സ്പെൻസ് ഇവിടെ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്തു, കാരണം അത് പേ ചെയ്തിട്ടില്ല അല്ലേ. സോ ടു സാലറി അക്കൗണ്ട് 5500. നരേഷൻ ഇവിടെ നമുക്ക് ലാസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. ഫർണിച്ചർ ഓഫ് ₹30,000 പർച്ചേസ്ഡ് ഇൻ ക്യാഷ്. വളരെ ക്ലിയർ ആണ്, ക്യാഷ് പർച്ചേസ് ആണ്. പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഫർണിച്ചറാണ്. അപ്പോൾ നമ്മൾ ഗുഡ്സ് ആണെന്നാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ടായിട്ട് വരുന്നത്, ആസ്പെക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ ഫർണിച്ചറാണ്. എപ്പോഴും ഫർണിച്ചർ അല്ലെങ്കിൽ അസറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അസറ്റ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്, ഫിക്സഡ് അസറ്റ്. സോ ഫർണിച്ചർ അക്കൗണ്ട് ഈസ് വൺ അക്കൗണ്ട് കമ്മിങ് ഹിയർ. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? ക്യാഷ് അക്കൗണ്ട്, ബിക്കോസ് ഇറ്റ് ഇസ് ക്യാഷ് പേയ്മെൻറ്റ്. ഇപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ആർ ദി അക്കൗണ്ട്സ് അഫക്റ്റഡ് ഇൻ ദിസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി വരുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. കാരണം എന്താ? ഫർണിച്ചർ എന്നൊരു അസറ്റാണ്. ഇവിടെ ഫർണിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് 30,000 ടു ക്യാഷ്. ക്യാഷ് ഓൾസോ അസറ്റ്, കറണ്ട് അസറ്റ്. ഇവിടെ ക്യാഷ് എന്നുള്ള അസറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ്. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് വിത്ത് നരേഷൻ ഫർണിച്ചർ പർച്ചേസ് ഫോർ ക്യാഷ്. അപ്പോൾ ഇനി നമ്മൾ ഈ ജേണൽ ഇവിടെ 17,08,000 എന്നുള്ള വാല്യൂ രണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതുവരെ എഴുതിയിരിക്കുന്ന എല്ലാ ജേണൽസിൻ്റെയും ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് ഈക്വൽ ആക്കി വെക്കേണ്ടതുണ്ട്. സോ ആസ് പെർ ഡബിൾ എൻട്രി കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എവറി ഡെബിറ്റ് ദേ ഷുഡ് ബി കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ ഓരോ ജേണൽ എൻട്രിയിലും അത് നമ്മൾ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. സോ എങ്കിലും അറ്റ് ദ എൻഡ് നമ്മൾ എല്ലാ ജേണൽ എൻട്രീൻ്റെയും ലാസ്റ്റ് എല്ലാ ജേണൽ എൻട്രിയിലും വരുന്ന വാല്യൂസ്, ഡെബിറ്റ് വാല്യൂസും ക്രെഡിറ്റ് വാല്യൂസും ടോട്ടൽ എഴുതി കാണിച്ചിരിക്കുന്നതാണ് 17,08,000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക് മനസ്സിലായെന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം. ടിൽ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്. കണ്ടിന്യൂ ലേണിംഗ്. ബൈ.